ഏവർക്കും ഗ്രീൻ ഹെവൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. കുഞ്ഞി കഷ്ണം മതി, ഇതിന്റെ ഒരു പീസ് മതി. ഓരോ കട്ടിയണ്ട ഒടിച്ചു ദുഷ്ടൻ. ഇനിയിപ്പോ ഈ ഒടിച്ചാനുള്ളത് ഞങ്ങൾ പോയി കഴിയുമ്പോൾ കേട്ടോളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസിന് ക്രിസ്മസ് കാറ്റസ് ഇതുപോലെ നിറഞ്ഞ് ബ്ലൂം ചെയ്യുന്നത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഗ്രീൻ ഹെവൻ എന്തിനാണ്? അപ്പോൾ എന്തായാലും ഓവറായിട്ടൊന്നും പറയുന്നില്ല, ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം കാഴ്ചകൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ക്രിസ്മസ് കാറ്റസ് എങ്ങനെ, ഇനിയിപ്പോൾ ഇത് തണുപ്പുള്ള മേഖലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നും പറയരുത്, ചൂടുള്ള മേഖലയിൽ നന്നായിട്ട് ഉണ്ടാവുന്ന ചെടിയാണ്. ഇപ്പം നിലവിൽ ഇത് വയനാട്ടിൽ തന്നെയാണ്, അത് വേറെ എവിടെ അല്ല, കുഴുവേലിയിലാണ്. ആളിവിടെ ഉണ്ട്, ശരിക്കുള്ള ഉടയോൻ 2 പേരുണ്ട്. ഇത് നമ്മുടെ ജോലിയാണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ പറയാനുണ്ടല്ലോ? ഇത് ക്രിസ്മസ് കാക്ടസ് ആണ്. ഇത് എനിക്ക് ഒരു ഇതിന്റെ ചെറിയ പീസുകളായിട്ട് ഒരു കൃഷി ഓഫീസർ എൻ്റെ ഇവിടുത്തെ ചെടിയൊക്കെ കണ്ടപ്പം എനിക്ക് കൊണ്ട് തന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് കൊണ്ട് തന്നെ 4 ഉണ്ടായിരുന്നു, 4 കളറായിരുന്നു. പക്ഷെ മറ്റേ ഒന്നും അങ്ങനെ പൂത്തിട്ടില്ല. സംഭവമുണ്ട്. പക്ഷെ ഇതിന് വെള്ളം തീരെ കുറച്ച് വെള്ളം ഒഴിക്കാവൂ, അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല വേറൊരു കഥയും കൂടെ പറഞ്ഞു, ഈ പോട്ടി മിക്സ് ഞാൻ സ്വന്തം നിറച്ചാന്നു. നല്ല കനാണ് കേട്ടോ, സത്യത്തില് എടുത്ത് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ സെറ്റാണ്. ഇത് എന്തൊക്കെയായാലും നിറച്ചിട്ടുള്ളത്? ഇതിലെ മണല്, പിന്നെ എല്ലുപൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക്, അത്രേ ഉള്ളൂ. വേപ്പിണ്ണാക്ക് കുറച്ച് പോരാ, തീരെ കുറച്ച് മതി. ഇത്രയും സാധനം മാത്രമേ. അപ്പൊ മണൽപ്പറ്റി കുറച്ചുണ്ടാവും, വെള്ളം നിൽക്കരുത് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ മെയിൻ കാര്യം അല്ലേ? എത്ര ദിവസം കൂടെ നനയ്ക്കുന്നത്? ഞാൻ 3-4-5 ദിവസമൊക്കെ കഴിയുമ്പോഴേ നനയ്ക്കുള്ളൂ. അത്ര കണിച്ചവരൊന്നും ഇല്ല കേട്ടോ, പൂത്തിട്ടുണ്ടെങ്കിലും എന്തായാലും ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഒരു കഥ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേട്ടില്ലേ? എന്താണ്, ഒരു കൃഷി ഓഫീസർ വന്ന് എന്റെ ചെടികൾ കണ്ടപ്പം എനിക്ക് തന്നതാണ്. അപ്പൊ വേറെ കുറെ സംഭവം വരാനുണ്ട്. കുഞ്ഞി കഷ്ണം മതി, ഇതിന്റെ ഒരു പീസ് മതി. ഓരോ കട്ടിയണ്ട ഒടിച്ചു ദുഷ്ടൻ. അതെ, ഇതിനൊക്കെ ഒരു റൂട്ട് ഉണ്ടാവും, ഇന്ന് ഓരോ റൂട്ട് ഉണ്ടാവും. അതിനോട് ഒടിച്ചു കുത്തുക. ഇനിയിപ്പോ ഈ ഒടിച്ചാനുള്ളത് ഞങ്ങൾ പോയി കഴിയുമ്പോൾ കേട്ടോളൂ. എന്താണെന്നറിയോ, അത്രയും ഓമനിച്ച് വളർത്തുന്നതാണ്. മാത്രമല്ല ഇനിയും കുറേ കാര്യങ്ങൾ വരാണ്ട്, പുറകിലേക്കൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ എന്തായാലും ആ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.